അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. വിശ്വസ്തനായ ആട്ടിടയൻ, അതാണ് കൂട്ടുകാരെ എന്റെ കഥയുടെ ശീർഷകം. ആ ആട്ടിടയന്റെ കഥ കേൾക്കാൻ നിങ്ങൾ വളരെ ആകാംക്ഷഭരിതരായിരിക്കുകയാണല്ലോ. ശരി, ഒട്ടും വൈകിപ്പിക്കാതെ ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പ്രശസ്തനായ ഒരു സഹാബിയാണ്. ഒരിക്കൽ അദ്ദേഹം കുറച്ച് ആളുകളുടെ കൂടെ മദീനയുടെ പുറത്തുള്ള മരുഭൂമിയിൽ യാത്ര പോവുകയായിരുന്നു. വേനൽക്കാലവുമാണ് കേട്ടോ. പോരാത്തതിന് ഒട്ടും തണൽ മരങ്ങളില്ലാത്ത പൊള്ളുന്ന മരുഭൂമി. അവർക്ക് നല്ല വെയിലും ചൂടും അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചു ദൂരം പോയപ്പോൾ അവർക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. അവരുടെ കൈവശം അല്പം ആഹാരം ഉണ്ടായിരുന്നു. അവർ ആഹാരം കഴിക്കുന്നതിനായി സുപ്ര വിരിച്ചു. എല്ലാവരും ചേർന്ന് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു വലിയ ആട്ടിൻപറ്റം അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു. അവറ്റുകളെ നയിച്ചുകൊണ്ട് ഒരു ആട്ടിടനും ഉണ്ട് കേട്ടോ. പൊരി വെയിലത്ത് ആ ആട്ടിടൻ തന്റെ യജമാനന്റെ ആളുകൾ മേയ്ക്കുകയായിരുന്നു. ആ ആട്ടിടൻ അവരുടെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വരുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയണമെന്നാണല്ലോ ഇസ്ലാമിന്റെ നിയമം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അവർ സലാം മടക്കിയിട്ട് ആട്ടിടനെ ഒപ്പം ഇരിക്കാൻ ക്ഷണിച്ചു. വരൂ, ഞങ്ങളോടൊപ്പം ഇരിക്കൂ, അല്പം ഭക്ഷണം കഴിക്കൂ. ആട്ടിടയൻ പറഞ്ഞു, എനിക്ക് നോമ്പാണ്. അവർക്ക് വലിയ അത്ഭുതമായി. ഇത്രയും കഠിനമായ ചൂടുകാലത്ത് പൊള്ളുന്ന മരുഭൂമിയിൽ ആടുകളെയുമായി അലഞ്ഞു നടക്കുന്ന അയാൾ നോമ്പ് പിടിച്ചിരിക്കുന്നു. റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആട്ടിടയനോട് ചോദിച്ചു, സഹോദരാ, നിങ്ങളുടെ പക്കൽ ധാരാളം ആടുകളുണ്ടല്ലോ. അതിൽ നിന്നും ഒരാടിനെ ഞങ്ങൾക്ക് തരാമോ? ഞങ്ങൾ അതിന്റെ വില തരാം. ഒപ്പം നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് അതിൽ നിന്നും ഇറച്ചിയും തരാം. അത് കേട്ട് ആട്ടിടയൻ പറഞ്ഞു, മാപ്പാക്കിയാലും ഈ ആടുകൾ എന്റേതല്ല, എന്റെ യജമാനന്റേതാണ്. ഞാനിതിനെ മേയ്ക്കുന്ന വെറും ആട്ടിടയൻ മാത്രമാണ്. ഈ ആടുകൾ എന്റേതായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായും തരാമായിരുന്നു. എന്റെ യജമാനന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ ആടുകൾ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് തരുക? അത് കേട്ട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ, ഈ കൂട്ടത്തിൽ ധാരാളം ആടുകളുണ്ടല്ലോ. അതിൽ നിന്നും ഒരെണ്ണം തരുന്നതുകൊണ്ട് എന്ത് കുറവാണ് ഉണ്ടാവുക? ഒരെണ്ണം കുറഞ്ഞാലൊന്നും നിങ്ങളുടെ യജമാനൊന്നും മനസ്സിലാവുകയില്ല. ചോദിച്ചാൽ തന്നെ വല്ല ചെന്നായി പിടിച്ചെന്നോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞാൽ പോരെ. പക്ഷെ ആട്ടിടൻ അതിനും സമ്മതിച്ചില്ല. ആട്ടിടൻ പറഞ്ഞു, എന്റെ യജമാനന് ഒരുപക്ഷെ ഇത് അറിയില്ലായിരിക്കാം. പക്ഷേ അപ്പോൾ എന്റെ അള്ളാഹു എവിടെ പോവും? അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടിയാ പറയുക? ആട്ടിടന്റെ ആ വാക്കുകൾ റളിയല്ലാഹു അൻഹുവിനെ വളരെ സന്തോഷിപ്പിച്ചു. എത്ര വിശ്വസ്തനായ ആട്ടിടൻ! ആരുമില്ലെങ്കിൽ പോലും അദ്ദേഹം തെറ്റ് ചെയ്യാൻ പേടിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നു. റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് മദീന മുനവറയിൽ തിരിച്ചെത്തി. ആട്ടിടനെ കുറിച്ച് അന്വേഷിച്ചു. അയാളുടെ യജമാനനെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അയാളെ കൊണ്ടുവന്നു. റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ പക്കലുള്ള എല്ലാ ആടുകളെയും അതിനെ മേയ്ക്കുന്ന ഇടയനെയും എനിക്ക് വേണം. എത്ര വിലയാണ് അതിനാവുക? യജമാനൻ വില പറഞ്ഞു. റളിയല്ലാഹു അൻഹു അത് കൊടുത്ത് ആടുകളെ മാത്രമല്ല കേട്ടോ, ഇടയനെ വാങ്ങി. ശേഷം റളിയല്ലാഹു അൻഹു ആട്ടിടയനോട് പറഞ്ഞു, ഇന്നു മുതൽ താങ്കൾ ആരുടെയും അടിമയല്ല. അള്ളാഹു അല്ലാതെ ഇനി താങ്കൾക്ക് ഒരു ഉടമയുമില്ല. താങ്കൾ ഇനി സ്വതന്ത്രനാണ്. അതിശയിച്ചു നിൽക്കുന്ന ആട്ടിടയനോട് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, മാത്രവുമല്ല, ഈ ആടുകൾ മുഴുവൻ ഇനി താങ്കൾക്ക് സ്വന്തമാണ്. താങ്കൾക്ക് ഇതിനെ കൊണ്ടുപോകാം. അങ്ങനെ ആ ആട്ടിടയൻ ആ ആടുകളെയുമായി നടന്ന് ദൂരങ്ങളിലേക്ക് പോയി. കൂട്ടുകാരെ, ആ ആട്ടിടയൻ അയാളുടെ യജമാനൻ വിശ്വസിച്ചേൽപ്പിച്ചതായിരുന്നു ആ ആടുകളെ. അദ്ദേഹം ആ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചു. കൂട്ടുകാരെ, ഇതേപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരോ മറ്റുള്ളവരോ എന്തെങ്കിലും സാധനം നമുക്ക് സൂക്ഷിക്കാൻ തന്നാൽ അതിൽ നിന്നും ഒന്നും എടുക്കാൻ പാടില്ല. സ്വയം എടുക്കാനോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനോ പാടില്ല. അത് വഞ്ചനയാണ്. വഞ്ചന വലിയ പാപവുമാണ്. കൂട്ടുകാരെ, നിങ്ങളെല്ലാം ആട്ടിടയനെ പോലെ വിശ്വസ്തകളാവൂലേ? ഇൻഷാ അല്ലാഹ്. വീണ്ടും ഒരു കഥയുമായി കാണാം കേട്ടോ. സമയമായി, എന്നെങ്കിൽ ഞാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. ചെസ് നമ്പർ 511.